ദുരിതപ്പെയ്ത്തിൽ കണ്ണീർ മുഖങ്ങളുമായി കൊച്ചി കണ്ണമാലിയിലെ ജനങ്ങൾ. രൂക്ഷമായ കടൽ കയറ്റം നേരിടേണ്ടി വന്ന ജനങ്ങൾ വീടുപേക്ഷിച്ച് റോഡിലേക്കിറങ്ങി. വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് എന്നിനി ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നറിയാതെ അധികാരികളുടെ കരുണ കാത്ത് അനേകായിരങ്ങളാണ് ഇവിടെ കഴിയുന്നത്. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. മഴക്കാലം ഇവർക്ക് ദുരിതകാലമോ? കടലാക്രമണം രൂക്ഷമായ ചെറിയ കടവ്, കണ്ണമാലി, കാട്ടിപ്പറമ്പ്, മാനാശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് വളരെ വലിയ ദുരിതങ്ങളാണ് ജനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 8ഓളം വീടുകൾ ഇത്തരത്തിലെ നാശത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടുകളെല്ലാം താമസയോഗ്യമല്ലാത്ത രീതിയിൽ പൂർണ്ണമായി നശിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെയെല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് കടലേറ്റം രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ അധികാരികൾ ഈ പ്രദേശങ്ങളിൽ മണൽച്ചാക്കുകൾ നിറച്ച് സംരക്ഷിക്കുവാനായിട്ടുള്ള, ജിയോ ബാഗുകൾ നിറച്ച് സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുകയില്ല എന്നായിരുന്നു ജനം പറയുന്നത്. അധികം നാളായിട്ടില്ല ഈ വീട് നിർമ്മിച്ചിട്ട് എന്നിട്ടും ഈ വീട് ഉപേക്ഷിച്ച് തിരികെ പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് ഈ ജനം എത്തിയിരിക്കുന്നത്. കാരണം അത്രയധികം കടലാക്രമണം രൂക്ഷമായി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മരിച്ചാലേ ഈ സർക്കാർ തിരിഞ്ഞു നോക്കുകയുള്ളൂ. മരിച്ചു കഴിയാൻ നേരത്ത് കൈ കിട്ടി കാല് കിട്ടി എന്ന് പറയരുത്. ദയവേദി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണം. ഒരാഴ്ചയിൽ ഒരു മനുഷ്യൻ ഒരു വീടാണ് വെക്കണം. ആ ഒരു വീട് അങ്ങനെ വീഴണം എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? കടൽ ഭിത്തി തരാം എല്ലാവർക്കും ഇത് തന്നെ അവസ്ഥ. എന്നിട്ട് ഈ മഴക്കാലം കഴിയുമ്പോൾ പരിപാടി കഴിഞ്ഞു, പിന്നെ ആരും വഴിക്ക് വരൂല. മത്സ്യത്തൊഴിലാളികൾ എന്താ പറഞ്ഞു? സ്പൈഡർമാൻ, ബാറ്റ്മാൻ, സൂപ്പർമാൻ, പിന്നെ ഫിഷർമാൻ, അവരുടെ ഗണത്തിലാണ് അന്ന് പെടുത്തിയത് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ ആർക്കും വേണ്ടണ്ടായി. പിടിച്ചോ. ഈ ക്യാമറ കണ്ണുകളിലൂടെ മെട്രോ 7 ഒപ്പിയെടുക്കുന്നത് കടൽ കയറ്റത്തിൽ വലയുന്ന ജനങ്ങളുടെ ദുരിതമുഖങ്ങളാണ്. ചുറ്റുപാടും കാണുന്നത് ഓരോ കുടുംബങ്ങളും അന്തിയുറങ്ങിയിരുന്ന അവരുടെ സുരക്ഷിത സ്ഥാനങ്ങളായിരുന്നു. ഇന്ന് ആ വീടുകളിലൊക്കെയും കടലിലെ വെള്ളം ആർത്തിരമ്പി പായുകയാണ്. ഭക്ഷണം പാകം ചെയ്യാനോ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനോ പോലും സാധിക്കാത്ത ദുരവസ്ഥയാണ് ഇവിടെയുള്ളവർ നേരിടുന്നത്. ഇതിൽ പ്രായമായവരും നിത്യരോഗികളും പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുണ്ട്. ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, 6 വർഷമായിട്ട് ഇവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ കൊല്ലവും എന്തെന്നാണ് ഞങ്ങൾ ഇതുപോലെ കടലേറിയപ്പോൾ സമരം നടത്തിയപ്പോൾ സബ് കളക്ടറാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ടൊന്നും വന്നില്ലായിരുന്നു. പിന്നെ ആൾക്കാരുടെ നിർബന്ധത്താലാണ് ഒന്ന് വന്നത്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സമരം പിരിച്ചുവിട്, ഞാനിവിടെ എന്തെന്നാണ് കടൽ ഭിത്തിയുടെ ഏർപ്പാടാക്കാം, ടെട്രോ പാഡ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്കുള്ളൊരു താൽക്കാലികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സമരത്തിൽ നിന്ന് പിടിച്ചു മാറ്റണം. അതിനുള്ള ഒരു ഇതിലാണ് അവരവിടെ വന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പം തന്നേക്കും ഓക്കെ സമരം ഇതാക്കി പോന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എവിടെ ഇപ്പം ഇത്രയും നാളായില്ലേ ആ സമരം കഴിഞ്ഞിട്ട് ഇപ്പം അടുത്തൊരു സമരം എവിടെ? ഇത്രയും നാളായിട്ട് എന്ത് ചെയ്ത്? പിന്നെ എവിടെ കിടക്കും? എല്ലാവരും പറയുന്നുണ്ട് ക്യാമ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാമെന്നൊക്കെ. അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വീടുണ്ടാവും. ഇവിടെ ഞങ്ങൾ താമസിക്കണം പറഞ്ഞാൽ എല്ലാവരും വിദ്യാർത്ഥികളൊക്കെ അവർക്ക് പഠിക്കാൻ പോകണം. +2 എന്നൊക്കെ പറയുമ്പോൾ സയൻസൊക്കെ എന്തോരം തന്നെ പഠിക്കാനുണ്ടാവും. 10ാം ക്ലാസ്സിലെ പിള്ളേർ ഇവർക്കൊക്കെ പഠിക്കാൻ പോകണം, വീട്ടിലൊന്ന് കിടന്നുറങ്ങണം, ബാത്റൂമിലൊക്കെ പോകണം. എവിടെ പോകും? എൻ്റെ വീടാണ് ഈ കാണുന്നത്. എല്ലാം കഷ്ടപ്പെട്ട് കെട്ടിയുണ്ടാക്കിയ മത്സ്യത്തൊഴിലാളിയാണ്. ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? എല്ലാം വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ, ചെളി നിറഞ്ഞ് കിടക്കണേ. വീടിൻ്റെ പുറത്ത് പറഞ്ഞിരിക്കണേണ്. സെപ്റ്റി ടാങ്ക് പൊട്ടിയ വെള്ളം വരെ ഉണ്ട് അതിനകത്ത്. എങ്ങനെ നിൽക്കും അതിനകത്ത്? കാലൊക്കെ ചൊറിയണേണ്. ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? ഞങ്ങൾ ഒരു MP ഉണ്ട്, MLA ഉണ്ട്, ജനപ്രതിനിധികൾ ആരെങ്കിലും. ഇവരൊരു ദിവസം വന്ന് താമസിക്കുന്നതിൻ്റെ അത് ഒറ്റ ദിവസം ഇവർക്കൊന്ന് താമസിച്ച് കാണിക്കാൻ പറ്റുമോ? ഈ വെള്ളത്തിനകത്ത് പറ്റൂല, ആരും വരൂല. ഓട്ടോ വയ്ക്കാൻ വേണ്ടി വരും. ഞങ്ങൾക്ക് ചെയ്യണോട്ടെ, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ. അതെന്താ ഇതിൽ കാണിക്കാത്ത? ഒരു ദുരന്തം വരുമ്പോൾ എന്താണ് ഇവരൊന്നും വരാത്തത്? തൊഴുത്തി കിടക്കണവരെയാണ്. ആ 3 വയസ്സുള്ള ഒരു കൊച്ചുണ്ട് ഇതിനകത്താണ് കിടക്കണത്. ഇതിനകത്ത് ടോയ്ലറ്റിൽ പോകാൻ കൂടി സൗകര്യമില്ല അവർക്ക്. പെണ്ണുങ്ങളുണ്ട്. ഇവരൊക്കെ എവിടെ പോകുന്ന ഇവർ പറയണത്? ഞങ്ങൾ കടമൊക്കെ മേടിച്ചാണ്, ഇതിപ്പോൾ ബാങ്ക് ലോണൊക്കെ എടുത്താണ് ഈ വീട് വെച്ചത്. ഞങ്ങളുടെ എല്ലാം തകർന്നിരിക്കണേണ്, തറയെല്ലാം പോയിരിക്കണേണ്. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കൂടാ? ഞങ്ങളുടെ കടവും കൂടി തീർന്നിട്ടില്ല ഈ പെര വെച്ചിട്ട്. ഞങ്ങളുടെ ഉടുതുണി പോലും ഒഴുകിപ്പോയേക്കണേണ്. ഇന്നലെ ഈ അകത്തൊക്കെ വെള്ളം കയറി ഉടുതുണി പോലും ഒഴുകിപ്പോയേക്കണേണ്. എല്ലാവരും മത്സ്യത്തൊഴിലാളികൾ. ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിലെ രക്ഷകരെന്ന് പറഞ്ഞു. ആ പ്രളയം ഉണ്ടായി, ആ സമയത്ത് മത്സ്യത്തൊഴിലാളികളെ തിരക്കിയാണ്. മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായുള്ള എല്ലാത്തിനും രക്ഷിക്കാനും എല്ലാ കാര്യത്തിനും. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു ദുരിതം അനുഭവിക്കൊണ്ടല്ല.
ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കണ്ട ഇങ്ങോട്ട്. അവിടത്തോളാണ് വീടിൻ്റെ സ്ഥലം ഉണ്ടായത്. അത് കല്ലിൻ്റെ ലോറി വരാൻ വേണ്ടി കുറേ കൊടുത്ത് കല്ലിൻ്റെ ലോറി ഓടി വന്നതാണ്. അത് കഴിഞ്ഞ് മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. വെറുതെ ഈ മണ്ണിയാക്കി കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആടെ പിടിക്കും. അവരത് തന്നെയാണ് ചെയ്യണത്. വന്ന സർക്കാർ ചെയ്യണ മെയിൻ്റനൻസ് നടന്നെങ്കിൽ ഇല്ലേ ഈ പരിപാടി നടന്നേനെ. ഒരാൾ തിരിഞ്ഞു നോക്കിയേ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇപ്പം 34 കൊല്ലം 30 ഇത് കഴിഞ്ഞു. ജനപ്രതിനിധികളോ ഉത്തരവാദിത്തപ്പെട്ടവരോ ഈ പ്രദേശം സന്ദർശിച്ചില്ല. ആകെ ഞങ്ങൾക്ക് വന്നത് തഹസിൽദാറാണ് വന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഈ കടൽ അകലെയായിരുന്നു. ഇപ്പോൾ ഈ വീടുകളുള്ളതുകൊണ്ടാണ് കടൽ അവിടെ വന്ന് അടിക്കുന്നത്. ഈ വീടുകൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വന്ന് വീഴും. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ചെല്ലാനം തുടങ്ങി പുത്തൻതോട് വരെ ചെയ്ത 7.2 കിലോമീറ്റർ ചെയ്തത് ബാക്കി ബീച്ച് റോഡ് വരെ 13 കിലോമീറ്റർ ചെയ്യണം. അപ്പോൾ പൂർണ്ണമാകും. അത് മാത്രമല്ല കടൽ ഭിത്തിയുടെ അപ്പുറത്ത് വശം ബീച്ച് നറിഷ്മെൻറ്റ് നടക്കണം. അതിന് വേണ്ടിയിട്ട് പുഴയിൽ എക്കലും കപ്പൽച്ചാലിൽ നിന്ന് എടുക്കുന്ന മണ്ണും എല്ലാം അവിടെ കൊണ്ട് അടിക്കുമ്പോൾ അപ്പുറത്ത് തീരം വെക്കും വീണ്ടും. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം സേഫ് ആകും. ആൾക്കാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. ആൾക്കാർക്ക് സുഗമമായൊരു ജീവിത രീതികളുണ്ടാകും. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ എല്ലാവരും പ്രകോപനപരമാകുന്നതിന് ഇവരുടെ അവസ്ഥ കൊണ്ടാണ്. അല്ലാതെ ആരെയും ദ്രോഹിക്കാനോ ആരോടും വൈരാഗ്യമോ വിരോധമൊന്നും കാണിക്കുന്നതല്ല. എല്ലാവരും സങ്കടം കൊണ്ടാണ്, ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. അടുക്കളയൊക്കെ എല്ലാം തകർന്നു പോയി. അടുക്കളയിൽ ഗ്യാസ് പോലും ഒഴുകിപ്പോണ്, വെക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും ഇത്? അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ അവസ്ഥ ഒന്ന് പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവരോടും. കടം വാങ്ങിയും പണയം വെച്ചുമൊക്കെ സ്വരുക്കൂട്ടിയ പണം കൊണ്ടുവച്ച പുത്തൻതോട് മാനാശ്ശേരി പ്രദേശങ്ങളിലെ 8ഓളം വീടുകളാണ് കടൽ കലിതുള്ളിയപ്പോൾ തകർന്നു വീണത്. സ്വന്തം വിയർപ്പ് കൊണ്ട് നിർമ്മിച്ച വീടുകളുടെ തകർച്ച സഹിക്കാനാകാതെ ഒടുവിൽ അവർ വള്ളവും വലയുമായി പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേണ്. ഒന്നുമില്ല, എല്ലാം പോയിക്കോട്ടെ. നമ്മുടെ വീട് തകർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എപ്പോഴും വീട് വെക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ഞങ്ങൾക്ക് ഇനി മേടിക്കാൻ എന്താ ചെയ്യുക? മത്സ്യത്തൊഴിലാളികൾക്ക് തീരെ പണി കുറഞ്ഞു തന്നെയാണ്. എല്ലാ പ്രാവശ്യവും കിട്ടണ പോലെ കിട്ടണില്ല. അതുകൊണ്ട് ഞങ്ങൾ തുച്ഛം പിടിച്ചാണ് ഞങ്ങൾ ഒരു ഭവനം ഉണ്ടാക്കിയേക്കണം. അതുപോലെ ഞങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇനിയും ഞങ്ങളിത് നേടിയെടുത്തിട്ടേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 4 വർഷത്തിന് മുമ്പ് തന്നെ സമരങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കളക്ടർ രാജമാണിക്യം സാർ തുടങ്ങി വന്ന് ഞങ്ങളോട് ഓരോ വാക്കുകളും പറയണം. അടുത്ത വർഷം തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ പരിഹരിക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് സെയിം കളക്ടർ തന്നെ അതിൻ്റെ മുമ്പ് പ്രാവശ്യം വന്നിട്ടും പറഞ്ഞു അടുത്ത വർഷം ഇത് ഉണ്ടാവില്ല, ഞങ്ങളെല്ലാം വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കിഫിൽ 1500 കോടി രൂപയുടെ വായ്പയുടെ ഫണ്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് പുത്തൻതോട് തുടങ്ങി മാനാശ്ശേരി വെള്ള 6.100 കിലോമീറ്റർ നമുക്ക് 360 കോടി രൂപയുടെ പ്രപ്പോസൽ പോയിട്ടുണ്ട്. ഇത് നമുക്ക് മന്ത്രിസഭയുടെ അത് AS വാങ്ങി എന്ന് വർക്ക് തുടങ്ങുമെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ബാക്കി ചരിത്രങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. ഞങ്ങൾക്കൊക്കെ ഒരു വാടകയ്ക്ക് പോകാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ 3 പേരാണല്ലോ. ഒന്ന് ഒരു വളരെ ബുദ്ധിമാനുള്ള കൊച്ചാണ്. പിന്നെ എനിക്ക് സുഖമില്ല. ഇയാൾക്കാണ് ഹാർട്ട് പേഷ്യൻ്റാണ്. പിന്നെ ഇവിടെ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റൊക്കെ ഇട്ട് സർജറിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കണേ. അപ്പം ഞങ്ങൾക്കൊന്ന് വലിച്ചു പൊക്കാനോ പിടിക്കാനോ കഴുകാനോ ഒന്നിനും പറ്റണില്ല. അപ്പം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കെട്ടിയ അടുക്കളയാണ് ഈ പോയേക്കണത്. ബാത്റൂമിൽ ഒന്നും പോകാൻ പറ്റണില്ല. ഞാനിപ്പോൾ മക്കളുടെ വീട്ടിലായിട്ട് പോയേക്കാം. ഞങ്ങൾ 2 പേരും പ്രായം കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ പണിക്ക് പോകാനും പറ്റില്ല. ഞങ്ങൾ ഇനി എന്ത് ജോലി എടുക്കാനോ മകനാണെങ്കിൽ നിൽക്കണം. അയാൾ എൻ്റെ മക്കളെ വളരെ രൂക്ഷമായ ഒരു കടലേറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ ജനങ്ങളെ എല്ലാവരെയും ദുരിതത്തിലാക്കിക്കൊണ്ടാണ് ഈ കടലിന്റെ രൂക്ഷഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ജിയോ ബാഗുകൾക്കൊന്നും ഈ കടലിന്റെ രൂക്ഷഭാവത്തെ തടുക്കുവാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ കാഴ്ചകൾ ഏറ്റവും ഭീതിജനകമാണ്. ഈ ഭീതിജനകമായ അവസ്ഥയിൽ നിന്ന് ഇവർക്ക് കരകയറണമെങ്കിൽ അതിന് അടിയന്തര നടപടികൾ കൂടാതെ തന്നെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കൊച്ചി ചെറിയ കടവിൽ നിന്നും ക്യാമറമാൻ സിമുലേഷനൊപ്പം റിഡ്ജൻ റുബല്ലോ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,